നമസ്കാരം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് B21EC05DC മാക്രോ എക്കണോമിക്സ് 1 ബ്ലോക്ക് 5 ആണ്. അതിലെ യൂണിറ്റ് 1 നേച്ചർ ഫങ്ഷൻസ് ആൻഡ് സപ്ലൈ ഓഫ് മണിയാണ് നമ്മൾ ആദ്യമേ കാണുന്നത്. മണി എന്ന് പറയുന്നത് എന്താണ്? മണി എന്ന വാക്ക് ലാറ്റിൻ വേർഡായ മൊണീറ്റിയിൽ നിന്നാണ് വരുന്നത്. ഏൻഷ്യൻ റോമിലെ ഗോഡസ് ജൂണോയുടെ ടെമ്പിളുമായി ഇതിന് ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. ആദ്യകാലത്ത് ഗോൾഡ് കോയിൻസ്, സിൽവർ കോയിൻസ് പോലുള്ള മെറ്റാലിക് മണിയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പക്ഷെ അവർക്ക് സ്വന്തമായിട്ടൊരു ഇൻട്രൻസിക് വാല്യൂ, എന്താണോ ആ മെറ്റലിൽ കൊടുത്തിരിക്കുന്നത് അത് തന്നെയായിരുന്നു അവരുടെ വാല്യൂ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ഉപയോഗിക്കുന്ന പേപ്പർ കറൻസിക്ക് സ്വന്തമായി വാല്യൂ ഇല്ല. ആ വാല്യൂ എന്ന് പറയുന്നത് ഗവൺമെന്റ് ലീഗൽ ടെൻഡർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതിലാണ് അതിന് വാല്യൂ ലഭിക്കുന്നത്. ഗവൺമെന്റ് നിഷ്കർഷിക്കുന്നതാണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇന്ന് മണിയുടെ ഫോംസ് വളരെയധികം മാറിയിട്ടുണ്ട്. കോയിൻസിൽ നിന്ന് ഡിജിറ്റൽ പേയ്മെന്റ്സിലേക്കും ക്രിപ്റ്റോ കറൻസിയിലും വരെ എവല്യൂഷൻ എത്തി നിൽക്കുന്നു. മണി എക്കണോമിയിൽ ട്രാൻസാക്ഷൻ നടത്താൻ ഉപയോഗിക്കുന്ന എക്കണോമിക് യൂണിറ്റ് ആണ്. ഗുഡ്സ് വാങ്ങുവാനും സർവീസസ് ഒബ്റ്റെയിൻ ചെയ്യാനും ലോൺസ് റീപേ ചെയ്യുവാനും കാശ്, പണം അല്ലെങ്കിൽ മണി ആവശ്യമാണ്. മണിയും വെൽത്തും എന്നാൽ സെയിം അല്ല. ഇത് രണ്ടും രണ്ടാണ് എന്നതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. മണി മെയിൻലി ട്രാൻസാക്ഷൻസ്, നമ്മൾ കച്ചവടങ്ങൾ നടത്തുവാനും വാങ്ങുവാനും വിൽക്കാനുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടത്തുവാൻ ഉപയോഗിക്കുന്നു. എന്നാൽ വെൽത്ത് എന്നത് ലാൻഡ്, ഗോൾഡ്, ബിൽഡിങ്സ്, അസറ്റ്സ്, ഇൻവെസ്റ്റ്മെന്റ്സ് പോലുള്ള വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ്സിന്റെ അക്യുമുലേഷനെയാണ് നമ്മൾ വെൽത്ത് എന്ന് പറയുന്നത്. മണി എക്കണോമിയിലെ മോസ്റ്റ് ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് ആണ്. അതായത് ഈസിലി കൺവേർട്ടബിൾ, അതായത് അത് ട്രാൻസാക്ഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഏറ്റവും എളുപ്പത്തിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന അസറ്റ് എന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ മോസ്റ്റ് ലിക്വിഡ് അസറ്റ് എന്ന് വിളിക്കുന്നത്. പല എക്കണോമിസ്റ്റുകളും മണിയെ പല രീതിയിലാണ് കണ്ടുള്ളത്. ആദം സ്മിത്ത് മണിയെ ഗുഡ്സ് ആൻഡ് സർവീസ് എക്സ്ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മീഡിയം ആയിട്ട് കണ്ടു. പോൾ വാർക്കറിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. മണി ഈസ് വാട്ട് മണി ഡസ്. മണി എന്താണോ ചെയ്യുന്നത് അതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ക്ലാസിക്കൽ എക്കണോമിക്സ് മണിയെ എക്കണോമിയിൽ ഒരു ന്യൂട്രൽ റോൾ മാത്രം പ്ലേ ചെയ്യുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ മോണിറ്ററിസ്റ്റ്, എസ്പെഷ്യലി മിൽട്ടൺ ഫ്രീമാൻ ആണ് മണി സപ്ലൈയെ എക്കണോമി ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള മേജർ ഫാക്ടർ ആയിട്ട് കണ്ടത്. ഓക്കെ, ഇതാണ് പല എക്കണോമിസ്റ്റുകളുടെ വീക്ഷണകോണിൽ നിന്ന് മണി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മണിയുടെ എവല്യൂഷൻ എന്ന് പറയുന്നത് മനുഷ്യരുടെ ഒരു എക്കണോമിക് ഡെവലപ്മെന്റിലൂടെയാണ് നടന്നത്. ആദ്യകാലത്ത് ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. പിന്നീട് കന്നുകാലികൾ, ഉപ്പ് പോലുള്ളത് നമ്മൾ കമ്മ്യൂണിറ്റി മണി ആയിട്ട് ഉപയോഗിച്ചു. അതിനുശേഷം മെറ്റാലിക് മണി വരുന്നു, പിന്നെ പേപ്പർ കറൻസികൾ വരുന്നു, പിന്നെ നമ്മുടെ കാർഡുകൾ പോലുള്ള പ്ലാസ്റ്റിക് കറൻസികൾ വരുന്നു. ഇപ്പോൾ ഡിജിറ്റൽ പേയ്മെന്റ്സിന്റെ യുഗമാണ്. UPI, ഓൺലൈൻ ബാങ്കിങ് ട്രാൻസാക്ഷൻ നടക്കുന്നു. അതിലുപരിയായിട്ട് ക്രിപ്റ്റോ കറൻസി പോലുള്ള മോഡേൺ ഫോംസും ഇപ്പോൾ വ്യാപകമാണ്. ക്രിപ്റ്റോ കറൻസി, ബിറ്റ് കോയിൻ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ടെക്നോളജിയുടെ ചേഞ്ച് അനുസരിച്ച് മണിയുടെ നേച്ചറും കണ്ടിന്യൂസ്ലി മാറിക്കൊണ്ടേയിരിക്കുന്നു. ഫങ്ഷൻസ്, മണിക്ക് 4 മേജർ ഫങ്ഷൻസ് ആണ് എപ്പോഴും ഉണ്ടാകുന്നത്. മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, സ്റ്റോർ ഓഫ് വാല്യൂ, യൂണിറ്റ് ഓഫ് അക്കൗണ്ട്, സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്സ്, പിന്നെ ബേസ് ഓഫ് ക്രെഡിറ്റ്സും ട്രാൻസ്ഫർ ഓഫ് വാല്യൂ. ഇതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിപ്പോകാം. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ. ബയറും സെല്ലറിന്റെ ഇടയിൽ ഇന്റർമീഡിയേറ്ററി ആയിട്ട് മണി പ്രവർത്തിക്കുന്നു. ബാർട്ടർ സിസ്റ്റത്തിൽ നമുക്ക് രണ്ടു പേർക്കും, ഒരാൾക്ക് ആവശ്യക്കാരന് മറ്റേ ആൾക്ക് കൊടുക്കാൻ ഒരെണ്ണോ മേടിക്കാൻ ഒരെണ്ണോ ഉണ്ടാവണം. ഞാനൊരു സാധനം കൊടുത്ത് അത് തന്നെ മറ്റേയാൾ, എനിക്ക് ആവശ്യമുള്ള സാധനം മറ്റേയാൾ തരുമ്പോൾ മാത്രം, അതാണ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വോൺസ് എന്ന് പറയുന്നത്. അതായത് ഒരാളുടെ ആവശ്യം മറ്റൊരാളുടെ കൈവശമുള്ളതുമായിട്ട് മാച്ച് ചെയ്യണം. പക്ഷെ മണി വന്നതോടെ ഈ പ്രോബ്ലം ഒഴിവാവുകയും ട്രാൻസാക്ഷൻസ് കുറച്ചുകൂടി ഈസി ആയിട്ട് നടക്കുകയും ചെയ്യും. അപ്പൊ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, സാധനങ്ങൾ കൈമാറുവാൻ എളുപ്പത്തിൽ മണി പ്രവർത്തിക്കുന്നു. അടുത്തായിട്ട് സ്റ്റോർ ഓഫ് വാല്യൂ ഫംഗ്ഷൻ. മണി ഫ്യൂച്ചറിലേക്കായി സേവ് ചെയ്യാൻ കഴിയുന്നതാണ് സ്റ്റോർ ഓഫ് വാല്യൂ ഫംഗ്ഷൻ പറയുന്നത്. മണി ഇന്ന് നമ്മൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഭാവിയിലേക്ക് നമുക്ക് ഗുഡ്സ് വാങ്ങുവാനായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇൻഫ്ലേഷൻ വളരെയധികം കൂടി നിൽക്കുമ്പോൾ മണിയുടെ പർച്ചേസിങ് പവർ കുറയും. സ്റ്റേബിൾ എക്കണോമിയും ലോ ഇൻഫ്ലേഷനും ഉണ്ടെങ്കിൽ മാത്രമേ മണി നല്ലൊരു സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യത്തുള്ളൂ. ഗോൾഡ്, ട്രഷറി ബോൺസ് പോലുള്ള അസറ്റ്സും റിലയബിൾ സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന അസറ്റ്സ് ആണ്. ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് മണിയെ സൂക്ഷിക്കാം. മണി യൂണിറ്റ് ഓഫ് അക്കൗണ്ടായി പ്രവർത്തിക്കുന്നതാണ് അടുത്ത ഫംഗ്ഷൻ. അതായത് ഗുഡ്സ് ആൻഡ് സർവീസിനെ ഒരു കോമൺ യൂണിറ്റിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. 5 രൂപ അല്ലെങ്കിൽ 10 രൂപ, ഒരു കറക്റ്റ് യൂണിറ്റിലാണ് നമ്മൾ അതിനെ
മെഷർ ചെയ്യുന്നത്. ഓക്കെ, ബാർട്ടർ സിസ്റ്റത്തിൽ ഡയറക്റ്റ് കമ്പാരിസൺ വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. കാരണം ഇതെങ്ങനെ 5 മാങ്ങയ്ക്ക് ഒരു ചക്ക, എത്ര വെയിറ്റ് ഉള്ള ചക്ക ആയിരിക്കണം, ഇതൊക്കെ നമുക്ക് പറഞ്ഞ് അത് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ആ ഡയറക്റ്റ് കമ്പാരിസൺ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. പക്ഷെ മണി വന്നതിന് ശേഷം 1 കിലോ ഉള്ളിക്ക് ഇത്ര രൂപ, ഒരു കിലോ ഉള്ളിക്ക് ഇത്ര ചക്ക എന്നല്ലല്ലോ നമ്മളിപ്പോ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസം ഇപ്പോൾ ഉണ്ട്. മണി ഡിഫേർഡ് പേയ്മെന്റ്സ്, അതായത് ഇപ്പോൾ വാങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചറിൽ പണം ഇടപാട് നടത്തുവാനും മണി സഹായിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ കടം മേടിച്ചു, ഓക്കെ, ലോൺ ഉണ്ട്, നമുക്ക് ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യാം, നമുക്ക് ക്രെഡിറ്റ് കാർഡിലൊക്കെ ഉപയോഗിക്കുന്ന അതാണ് ഡിഫേർഡ് പേയ്മെന്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു സാധനം നമുക്ക് വാങ്ങിച്ചാൽ ഭാവിയിലേക്കുള്ള പേയ്മെന്റിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറഞ്ഞ ഒരു പലിശ, നമ്മൾ ഇൻഫ്ലേഷൻ പ്രഷറും എല്ലാം നോക്കിയിട്ടും പിന്നെ അതിന്റെ തുകയ്ക്കുള്ള ഒരു പലിശയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ തിരിച്ചടയ്ക്കുന്നത്. അത് ഒരു മണിയുടെ മേജർ ഫംഗ്ഷൻ തന്നെയാണ്. അടുത്തതായിട്ട് ക്രെഡിറ്റ്. മണി ക്രെഡിറ്റ് സിസ്റ്റത്തിന്റെ ഫൗണ്ടേഷൻ ആണ്. ബാങ്ക് ലോണുകൾ നൽകാനും ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുവാനും മണി സിസ്റ്റം അത്യാവശ്യമാണ്. എന്തെങ്കിലും ഒരു എക്സ്ചേഞ്ച് ബേസ്, ഒരു ബേസ് ഉണ്ടാവണം. മണി വാല്യൂ ഡിഫറെന്റ് പ്ലേസ്, ഓരോ സ്ഥലത്തും ഫ്യൂച്ചർ പീരീഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇപ്പോ നമുക്കിവിടെ ഉള്ള മൂല്യമായിരിക്കില്ല ചക്കയ്ക്ക് ബോംബെയിലുള്ള മൂല്യം, പക്ഷെ 5 രൂപയ്ക്ക് ഇവിടെ അവിടെയും പർച്ചേസ് പവറിന്റെ വ്യത്യാസം ഉണ്ടെങ്കിലും പക്ഷെ 5 രൂപ തന്നെയാണ്. നമുക്ക് ഒരു ജീവിത സാഹചര്യങ്ങൾ വെച്ച് നോക്കാം, അവിടെ ചിലവ് കയറും, ചിലപ്പോൾ കുറയും, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ എന്നാലും 100 രൂപ എന്ന് പറയുന്നത് 100. പിന്നെ ചില സ്റ്റാൻഡേർഡ് ഐറ്റംസിന് വില എല്ലായിടത്തും ഒരുപോലെയാണ്. ഇപ്പൊ ലേസ്, 10 രൂപയുടെ ലേസ് എന്ന് പറയുന്നത് ഇവിടെയും ഒരു വിലയാണ്, ബോംബെയിൽ ഒരേ വിലയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ഒരു എമൗണ്ട് തന്നെ ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. മോഡേൺ എക്കണോമി എഫിഷ്യന്റ് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി മണി കൃത്യമായിട്ട് അപേക്ഷിതമായ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. ഡിജിറ്റൽ ഫിനാൻസ്, ഓൺലൈൻ പേയ്മെന്റ്സ്, ക്രിപ്റ്റോ കറൻസി എന്നിവയിൽ ഫ്യൂച്ചർ മണി ഒരു ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ എന്നാലും മണിയുടെ എവല്യൂഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നു. എന്നാൽ പോലും മണി ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ്. മണി പലതരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പ്രധാനമായും മണി 2 മേജർ ഫോംസിലാണുള്ളത്, ഫിയറ്റ് മണിയും കമ്മോഡിറ്റി മണി. മണിയുടെ വാല്യൂ എങ്ങനെ ലഭിക്കുന്നു, ഗവൺമെന്റ് ബാക്കിംഗ് ഉണ്ടോ, ഇൻട്രൻസിക് വാല്യൂ ഉണ്ടോ എന്നതൊക്കെ അനുസരിച്ചിരിക്കും നമ്മൾ ഈ ക്ലാസിഫൈ ചെയ്യുന്നതിന്റെ വ്യത്യാസങ്ങൾ. മോഡേൺ എക്കണോമിയിൽ നമ്മൾ ഫിയറ്റ് മണിയാണ് ഉപയോഗിക്കുന്നത്. ഇതിന് മുന്നത്തെ കാലങ്ങളിലാണ് നമ്മൾ കമ്മോഡിറ്റി മണി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ഫിയറ്റ് മണി എന്താണെന്ന് നോക്കാം. ഫിയറ്റ് മണി സ്വന്തമായിട്ടൊരു ഇൻട്രൻസിക് വാല്യൂ, അതിന് സ്വന്തമായിട്ടൊരു വാല്യൂ ഇല്ല. ഗവൺമെന്റ് ലീഗൽ ടെൻഡർ ആയിട്ട് പ്രഖ്യാപിക്കുന്നതിനാലും ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിനാലുമാണ് അതിന്റെ വാല്യൂ ലഭിക്കുന്നത്. ഗവൺമെന്റ് പറയുന്നു ഈ പേപ്പറിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള അതൊരു വാല്യൂ ഗവൺമെന്റ് അതിന് പുറത്ത് അത് എന്താ പറയാ സൂചിപ്പിക്കുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. പേപ്പർ കറൻസിയുടെ പുറത്ത് പ്രിന്റിംഗ് കോസ്റ്റ് വളരെ കുറവാണ്. പക്ഷെ ഗവൺമെന്റ് ഗ്യാരണ്ടി ഉള്ളതിനാൽ അത് എക്കണോമിയിൽ ഒരു മീഡിയം ആയിട്ട് എക്സ്ചേഞ്ച് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും. നമ്മളിപ്പോ ഉപയോഗിക്കുന്ന 500 രൂപയുടെ നോട്ട്, 500 രൂപയുടെ ആ നോട്ടിന് 500 രൂപയുടെ വാല്യൂ വരുന്നത് ഗവൺമെന്റ് അതിനെ അതായിട്ട് പറഞ്ഞതുകൊണ്ടാണ്. ഇന്ത്യൻ റുപ്പി, US ഡോളർ, യൂറോ, ഇതെല്ലാം ഫിയറ്റ് മണിയുടെ എക്സാമ്പിൾസ് ആണ്. ഫിയറ്റ് മണി വാല്യൂ മാർക്കറ്റ് ഡിമാൻഡിനും സപ്ലൈക്കും എക്കണോമിക് സ്റ്റെബിലിറ്റിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. ഇത് കൊണ്ടു നടക്കാൻ എളുപ്പമാണ്, ഗവൺമെന്റ് ആണ് ഇതിന്റെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത്, ഇത് എക്കണോമിക് പോളിസി ഇതിന് സഹായിക്കുന്നു, ട്രാൻസാക്ഷൻസ് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ എക്സസീവ് ആയിട്ട് മണി പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഫ്ലേഷന് കാരണമാവും. എക്സ്ട്രീം കേസിൽ ഹൈപ്പർ ഇൻഫ്ലേഷൻ വരെ ഉണ്ടാവുകയും 1,00,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാത്രം ഒരു ചാക്കരി കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞാൽ എക്കണോമി അത് സാരമായിട്ട് മാറും. ഫിയറ്റ് മണി പബ്ലിക് ട്രസ്റ്റും ഗവൺമെന്റ് സ്റ്റെബിലിറ്റി ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ കമ്മോഡിറ്റി മണി എന്താന്ന് നോക്കാം. ഗോൾഡ് കോയിൻ എന്നാൽ അത് മണിയായിട്ട് ഉപയോഗിക്കുന്നത് ജ്വല്ലറി ആയിട്ട് ഉപയോഗിക്കാനും കഴിയും. അതായത് കമ്മോഡിറ്റി മണിയുടെ എക്സ്ചേഞ്ച് വാല്യൂ മാത്രമല്ല ഒരു യൂസ് വാല്യൂ ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കമ്മോഡിറ്റിയെ പണത്തിന് പകരം ഉപയോഗിക്കുമ്പോൾ അവിടെ എന്തായിട്ട് മാറി, അത് കമ്മോഡിറ്റി മണിയായിട്ട് മാറി. പല കാലങ്ങളിൽ ഗോൾഡ്, സിൽവർ, കോപ്പർ എന്നിവയെ കമ്മോഡിറ്റി മണിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കമ്മോഡിറ്റി മണിയുടെ സ്കേഴ്സിറ്റി കാരണം അതിന് ഒരു സ്റ്റേബിൾ വാല്യൂ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് എക്കണോമിയിൽ മണി സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുന്നത്? എക്കണോമിയിൽ മണി കണ്ടിന്യൂസ്ലി സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു ഫാക്ടറാണ്. ഈ സർക്കുലേഷൻ എന്ന് പറയുന്നത്
എക്കണോമിയുടെ വളർച്ച, പ്രൈസസ്, എംപ്ലോയ്മെന്റ്, ബിസിനസ് ആക്ടിവിറ്റീസ് അതൊക്കെ എങ്ങനെ നടക്കുന്നു എന്നതിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. മണി സപ്ലൈ ആരാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBI ആണ്, സെൻട്രൽ ബാങ്ക് ആണ്. ഇന്ത്യയിൽ RBI ആണ്, ബാക്കി എല്ലാ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്ക് ആണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ഇന്ത്യയിൽ അത് RBI ആണ് മണി സപ്ലൈ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ട് മണി ഡിമാൻഡ് ചെയ്യുന്നു, ആളുകൾ എന്തുകൊണ്ട് മണി ഡിമാൻഡ് ചെയ്യുന്നു എന്നതിന് എക്കണോമിക്സിൽ കൃത്യമായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ തന്നെയാണ്. മണി സപ്ലൈ, മണി ഡിമാൻഡും, ഇൻകവും, പ്രൈസ് ലെവൽ, ഇൻഫ്ലേഷനും, എംപ്ലോയ്മെന്റ് തുടങ്ങിയ മാക്രോ എക്കണോമിക് വേരിയബിൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അത് മണി ഡിമാൻഡും മണി സപ്ലൈയും എങ്ങനെ അത് വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് മണി സപ്ലൈയെ കുറിച്ചും ഡിമാൻഡിനെ കുറിച്ചും കോറായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. മണി സപ്ലൈ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈമിൽ, അതായത് ഒരു സമയത്ത് അവൈലബിൾ ആയിരിക്കുന്ന ടോട്ടൽ മണി സ്റ്റോക്ക്. കൃത്യമായിട്ട് ആ വാക്ക് നോക്കിയോണം. മണി സപ്ലൈ എന്ന് പറയുന്നത് ഒരു എക്കണോമിയിൽ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലുള്ള ആ പണത്തിന്റെ കൃത്യമായിട്ടുള്ള സ്റ്റോക്കിനെയാണ് മണി സപ്ലൈ എന്ന് പറയുന്നത്. ഇത് പബ്ലിക്കിന്റെ കയ്യിലുള്ള കാശും ബാങ്കിൽ ഉള്ള ഡെപ്പോസിറ്റ്, ഡിമാൻഡ് ഡെപ്പോസിറ്റും ആയിട്ടുള്ള മണിയും ഇതിനകത്ത് ഉൾപ്പെടുന്നു. ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചെക്ക് വഴി അല്ലെങ്കിൽ ATM വഴി ഇങ്ങനെ പെട്ടെന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും. ഫിക്സ്ഡ് അല്ലാതെ ഇട്ടിരിക്കുന്ന ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സിനെ നമ്മൾ എക്കണോമിക്സിൽ ടൈം ഡെപ്പോസിറ്റ്സ് എന്നാണ് പറയുന്നത്, നിശ്ചിത കാലയളവിലേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഫോർമുല നോക്കിയാൽ കൃത്യമായിട്ട് മണി സപ്ലൈ ഇസ് ഈക്വൽ ടു കറൻസി വിത്ത് പബ്ലിക് പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് C+D എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാം. ടൈം ഡെപ്പോസിറ്റിനെ ഈ ഡെഫിനിഷനിൽ നമ്മൾ ഉൾപ്പെടുത്താറില്ല. മണി സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുന്ന മേജർ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CRR, ക്യാഷ് റിസർവ് റേഷ്യോ, എക്സസ് റിസർവ്സ് വിത്ത് ദ ബാങ്ക്, കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ. ഈ 3 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. CRR എന്ന് പറയുന്നത് ക്യാഷ് റിസർവ് റേഷ്യോ. കൊമേഴ്ഷ്യൽ ബാങ്ക് അവരുടെ ഡെപ്പോസിറ്റിൽ ഒരു പെർസെൻറ്റേജ് RBIയുടെ കൈവശം റിസർവ് ആയിട്ട് സൂക്ഷിക്കണം. CRR ഇൻക്രീസ് ചെയ്താൽ ബാങ്കിന്റെ ലെൻഡിങ് കപ്പാസിറ്റി കുറയും. അപ്പൊ CRR RBI കൂട്ടാണ്. CRR കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്കിന്റെ കയ്യിൽ ഇപ്പൊ 5% എന്നുള്ളത് 10% ആക്കിയെന്ന് വെച്ചോ. അപ്പൊ 100 കോടി ഉള്ളത് നേരത്തെ 5 കോടി കൊടുത്താൽ മതിയായിരുന്നു, ഇപ്പൊ 10 കോടി കൊടുക്കണം. അപ്പൊ എക്കണോമിയിൽ അവർക്ക് പമ്പ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് 95 കോടിയിൽ നിന്ന് 90 കോടിയായിട്ട് മാറുന്നു. CRR ഡിക്രീസ് ചെയ്താൽ അതുപോലെ തന്നെ ബാങ്കിന്റെ കയ്യിൽ കൂടുതൽ ലോൺ കൊടുക്കാനുള്ള എമൗണ്ട് കിട്ടും, എക്കണോമിയിൽ മണി സപ്ലൈയും കൂടും. ഇതേ അവസ്ഥ തന്നെയാണ് ക്യാഷ് എന്താ പറയാ ഡെപ്പോസിറ്റ് റേഷ്യോ, കറൻസി ഡെപ്പോസിറ്റിന്റെ ഒരു ഭാഗം കറൻസി ആയിട്ട് ബാങ്കുകൾ സൂക്ഷിക്കണം. അത് ഫിക്സ്ഡ്, ആ എമൗണ്ട് സൂക്ഷിച്ചാലേ പറ്റും. RBI നിർദ്ദേശിക്കുന്ന ഒരു മിനിമം റിസർവ് എമൗണ്ടിനേക്കാൾ അധികം കാശ് ഹോൾഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സസ് റിസർവ് എന്ന് വിളിക്കുന്നത്. ഇത് മണി ലെൻഡിങ് പർപ്പസിനായിട്ട് ഉപയോഗിക്കില്ല, അത് കൃത്യമായിട്ട് അവിടെ സൂക്ഷിച്ചു വെക്കുകയാണ്. RBI ഒരു റിസർവ് പറയും, അതിനും കൂടുതൽ. കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ, ആളുകൾ കാശ് എത്ര ഹോൾഡ് ചെയ്യുന്നതെന്നും ബാങ്ക് ഡെപ്പോസിറ്റ് എത്ര മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നും കൃത്യമായിട്ട് കാണിക്കുന്നതാണ്. ഓക്കെ, അതിന്റെ റേഷ്യോ ആണ് CDR എന്ന് പറയുന്നത്. കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ C/, ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ്. പീപ്പിള് ലിക്വിഡിറ്റി, അതായത് അവർക്ക് കാശായിട്ട് പ്രിഫർ ചെയ്യുന്നതാണെങ്കിൽ കൂടുതൽ കാശ് കൈവയ്ക്കും. അപ്പൊ CDR എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. കാരണം ഈ C എന്ന് പറയുന്ന ഫാക്ടർ, കൂടുതൽ കാശ് ആയിട്ടാണ് കയ്യിൽ വെക്കുന്നതെങ്കിൽ C എന്ന് പറയുന്ന ഫാക്ടർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ബാങ്ക് ഹാബിറ്റ്സ്, ഡിജിറ്റൽ പേയ്മെന്റ്സ്, ട്രസ്റ്റ് ഇൻ ബാങ്ക്, ഇപ്പൊ നമ്മളിപ്പോ തന്നെ ശ്രദ്ധിച്ചറിയാം, ഇപ്പൊ നമ്മുടെ കറൻസി ഹെൽഡ് ബൈ പീപ്പിൾ ഭയങ്കര കുറവാണ്. ഇപ്പൊ തന്നെ നമ്മുടെ കയ്യിൽ ഒരു മിനിമം 100-200 രൂപ എപ്പോഴും നമ്മുടെ കയ്യിൽ കാണുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് UPI പേയ്മെന്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിപ്പോ എൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ബസ്സസിൽ കയറുന്നത് ഒഴിച്ച് അത് മാറും, ഉടനെ തന്നെ അത് മാറും. ബാക്കി എല്ലായിടത്തും നമുക്ക് ഡിജിറ്റൽ പേയ്മെന്റ്സ് യൂസ് ചെയ്യാം. ഇപ്പൊ KSRTC ബസ്സിൽ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിജിറ്റൽ പേയ്മെന്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. അത്ര എളുപ്പമായിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. നമ്മൾ കാശ് കയ്യിൽ വെക്കേണ്ട ആവശ്യമേ വരാത്ത രീതിയിലേക്ക് മാറുകയാണ്. ഇതിൽ മെഷേഴ്സ്, പല മെഷേഴ്സ് ആയിട്ടാണ് RBI മണി സപ്ലൈ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. M0, M1, M2, M3, M4 എന്നാണ് പറയുന്നത്. ജനറലി M1, M2, M3, M4 ആണ്. M1 ആണ് നാരോ മണി എന്ന് പറയുന്നത്. ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള ഫോം ഇതാണ്. ഓക്കെ, കറൻസി പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് പ്ലസ് അതർ ഡെപ്പോസിറ്റ്സ്. M2 എന്ന് പറയുന്നത് M1 പ്ലസ് സേവിങ്സ് വിത്ത് ദ പോസ്റ്റ് ഓഫീസ് ആണ്. M3 എന്ന് പറയുന്നത് M1 പ്ലസ് ടൈം ഡെപ്പോസിറ്റ്സ് ആണ്. M4 എന്ന് പറയുന്നത് M3 പ്ലസ് പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ്സ് ആണ്. M3 ആണ് ബ്രോഡ് മണി എന്ന് പറയുന്നത്. RBI പോളിസി അനാലിസിസിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും
M3 എന്ന് പറയുന്ന ഫാക്ടറാണ്. M3യിൽ ടൈം ഡെപ്പോസിറ്റ് കൂടെ ഉള്ളതിനാൽ എക്കണോമിയിലെ ഒരു ഓവറോൾ ലിക്വിഡിറ്റി ലെവൽ ബെറ്റർ ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനും മെഷർ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നത് M3 ആണ്. M4 ആണ് ഏറ്റവും ബ്രോഡ് മെഷർ, മാക്സിമം ബ്രോഡ് അതിനകത്താണ് വരുന്നത്. അത് പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ലിക്വിഡിറ്റിയിൽ M1 കൂടുതലാണെങ്കിൽ M4 ആണ് ഏറ്റവും കുറവായിട്ട് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഡിമാൻഡ് ഫോർ. നമ്മൾ ഇത്ര നേരം സപ്ലൈ ഫോർ മണിയാണ് കണ്ടത്, സപ്ലൈ ഓഫ് മണിയാണ്. നമുക്ക് ഡിമാൻഡ് ഫോർ മണി നമുക്ക് കാണാം. ഡിമാൻഡ് ഫോർ മണി എന്നത് പീപ്പിൾ മണി ഹോൾഡ് ചെയ്യാനുള്ള വില്ലിങ്നെസ്സിനെയാണ് നമ്മൾ പറയുന്നത്. അവർ എത്രമാത്രം കയ്യിൽ പണം വയ്ക്കാൻ താല്പര്യപ്പെടും. പണം ഗുഡ്സ് വാങ്ങാനും സർവീസ് പേ ചെയ്യാനും മാത്രം ഹോൾഡ് ചെയ്യുന്നല്ല, നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഫ്യൂച്ചർ പേയ്മെന്റ്സിന് വേണ്ടി, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഇതൊക്കെ നമുക്ക് മണി ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മേജർ ഫാക്ടേഴ്സ് ആണ്. കൈനീഷ്യൻ ക്ലാസിക്കൽ എക്കണോമിക്സിന്റെ ഐഡിയ എക്സ്പാൻഡ് ചെയ്ത് മണി ഡിമാൻഡിനെ നമുക്ക് 3 മോട്ടീവ്സ് ആയിട്ട് പറയാം. ട്രാൻസാക്ഷണറി മോട്ടീവ്, പ്രിക്കോഷണറി മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ഈ തിയറി ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ഇത് കൈനീഷ്യൻ വ്യൂ ആണ്. സാധാരണ മണി ട്രാൻസാക്ഷൻ, എമർജൻസി, സ്പെക്കുലേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അതിനെ തന്നെ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിലാണ് ജോൺ മൈനാർഡ് കീൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മുടെ ദൈനംദിന ചെലവുകൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, അതിനുവേണ്ടി പ്രിഫർ ചെയ്യാൻ, കയ്യിൽ കാശ് ഹോൾഡ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നതിന് നമുക്ക് ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയാം. ഫുഡ്, ട്രാൻസ്പോർട്ട്, ഇലക്ട്രിസിറ്റി ബില്ല്, ഷോപ്പിംഗ് തുടങ്ങിയവയെ ഡേ ടു ഡേ ട്രാൻസാക്ഷന് വേണ്ടി നമുക്ക് പണം ആവശ്യമുണ്ട്. ഇത് എന്ന് പറയുന്നത് ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ ഡിമാൻഡും ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഫീച്ചർ നമുക്ക് അവിടെ കാണാൻ പറ്റും. കീൻസ് ഇതിനെ മണി ഡിമാൻഡ്, ട്രാൻസാക്ഷൻ ഡിമാൻഡ് എന്ന് പറയുന്നത് KY എന്ന ഫോർമുലയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇൻകം കൂടുന്നതിനനുസരിച്ച് ട്രാൻസാക്ഷണൽ ഡിമാൻഡ് ഫോർ മണി കൂടുന്നു. ഇവർ തമ്മിലൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിരിക്കും ഇതിന് ഉണ്ടാവുക. പ്രിക്വേഷണറി മോട്ടീവ് എന്ന് പറയുന്നത്, പ്രിക്വേഷണറി ഡിമാൻഡ് അല്ലെങ്കിൽ പ്രിക്വേഷണറി മോട്ടീവ് എന്ന് പറയുന്നത് അൺഫോർസീൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ട്രാജഡി സംഭവിച്ചു, ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂ വന്നു, ഒരു ആക്സിഡന്റ് ഉണ്ടായി. അത് അൺഫോർസീൻ അൺസർട്ടനിറ്റീസിനും എമർജൻസി എക്സ്പെൻസസിനും വേണ്ടി, മെഡിക്കൽ എമർജൻസി ആവാം, ആക്സിഡന്റ് ആവാം, നാച്ചുറൽ ഡിസാസ്റ്ററോ, എങ്ങനെ എന്ത് കലാമിറ്റീസ് എന്ത് വേണമെങ്കിലും നമുക്ക് പ്രിക്വേഷണറി യൂസിന് വേണ്ടി ഇത് ഉപയോഗിക്കാം. ഹയർ ഇൻകം ഉള്ളവർക്ക് ജനറലി ആയിട്ട് പ്രിക്വേഷണറി ക്യാഷ് ബാലൻസ് കൂടുതലായിരിക്കും. കീൻസിന്റെ അഭിപ്രായത്തിൽ പ്രിക്വേഷണറി ഡിമാൻഡ് മെയിൻലി ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് റേറ്റിന് ഇവിടെ വലുതായിട്ടുള്ള റോൾ ഇല്ല. ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക് അല്ല, ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക് ആണ് പ്രിക്വേഷൻ ഡിമാൻഡ് ഫോർ മണി. അടുത്തായിട്ട് കീൻസിന്റെ ഒരു സ്പെഷ്യൽ കോൺട്രിബ്യൂഷൻ ആണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. ഇത് യുണീക് കോൺട്രിബ്യൂഷൻ എന്ന് വേണേൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ആളുകൾ പണം ഹോൾഡ് ചെയ്യുന്നത് ബോണ്ട് വാങ്ങാനെന്ന ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റിന്റെ എക്സ്പെക്ടേഷൻ അടിസ്ഥാനമാക്കി ഡിസൈഡ് ചെയ്യുന്നു. അതായത് ഫ്യൂച്ചറിൽ ബോണ്ട് വാങ്ങണോ, ഫ്യൂച്ചറിൽ ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്താകും എന്നത് ഡിസൈഡ് ചെയ്തിട്ടാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആണെങ്കിൽ ആളുകൾ ബോണ്ട് വാങ്ങാൻ പ്രിഫർ ചെയ്യും. കാരണം എന്താ, ഫ്യൂച്ചറിൽ കൂടുതൽ റിട്ടേൺസ് നമുക്ക് തരും. ഇൻട്രസ്റ്റ് റേറ്റ് ലോ ആണെങ്കിൽ ബോണ്ട് പ്രൈസസ് ഹൈ ആയിരിക്കും, റിസ്ക് കൂടുതലായതിനാൽ ഇപ്പോൾ എന്ത് ചെയ്യില്ല, ആളുകൾ ബോണ്ട് മേടിക്കില്ല. അതുകൊണ്ട് ബോണ്ട് ഇപ്പോൾ മേടിക്കാതെ ആളുകൾ കയ്യിൽ കൂടുതൽ കാശ് ഹോൾഡ് ചെയ്യും. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് കുറഞ്ഞിരിക്കുകയും ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് കൂടുതലായിരിക്കുകയും കാണാം. അതായത് ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിക്ക് വേണ്ടി ആളുകൾ ഇപ്പോൾ ഹോൾഡ് ചെയ്യും കയ്യിൽ. ഫ്യൂച്ചറിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഹോൾഡ് ചെയ്യും. അതുകൊണ്ട് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയും ഇൻട്രസ്റ്റ് റേറ്റ് തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളത് നമുക്ക്, അതായത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. ടോട്ടൽ ഡിമാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്, ട്രാൻസാക്ഷൻ ഡിമാൻഡിന്റെയും പ്രിക്കോഷണറി ഡിമാൻഡിന്റെയും സ്പെക്കുലേറ്റീവ് ഡിമാൻഡിന്റെയും സം ടോട്ടൽ ആയിട്ട് മാറുന്നു. എക്കണോമിയിൽ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ മണി സപ്ലൈക്കും മണി ഡിമാൻഡിനും പ്രോമിനന്റ് റോൾ ആണ് ഉള്ളത്. സെൻട്രൽ ബാങ്ക് മോണിറ്ററി പോളിസി ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് മണി സപ്ലൈയെ റെഗുലേറ്റ് ചെയ്യുന്നത്. മണി ഡിമാൻഡ് ഇൻകം, അൺസർട്ടനിറ്റി, എക്സ്പെക്ടേഷൻസ്, ഇൻവെസ്റ്റ്മെന്റ് റേറ്റ്സ്, ഇൻട്രസ്റ്റ് റേറ്റ് എന്നിവയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സെൻട്രൽ ബാങ്ക് മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുന്നു. മാക്രോ എക്കണോമിക് പോളിസി സ്റ്റെബിലിറ്റിക്ക്
മോണിറ്ററി മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുവാൻ വേണ്ടി മണി സപ്ലൈയും മണി ഡിമാൻഡും എപ്പോഴും ഒരു ബാലൻസ് ഉണ്ടാവുന്നതാണ് എക്കണോമിക്ക് എപ്പോഴും നല്ലത്. ഓക്കെ, അത് ബാലൻസ് ചെയ്തെപ്പോഴും പോകണം. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന്. എന്താണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന്? ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് ബാങ്ക് എക്കണോമിയിൽ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോസസ്സാണ്. എക്കണോമിയിലോട്ട് അങ്ങനെയാണ് ബാങ്കുകൾ പമ്പ് ഇൻ ചെയ്യുന്നത്. ബാങ്ക്സ് ഡെപ്പോസിറ്റ് മേടിക്കുന്നു, അതിൻ്റെ ഒരു ഭാഗം റിസർവ് ആയിട്ട് ബാങ്കിൽ തന്നെ സൂക്ഷിക്കും. ബാക്കി എമൗണ്ട് അവരെന്ത് ചെയ്യും? എക്കണോമിയിലോട്ട് തന്നെ ലോണുകളായിട്ട് തിരിച്ചു കൊടുക്കും. ബാങ്ക് നൽകുന്ന ലോണുകൾ എക്കണോമിയിൽ പുതിയ പർച്ചേസിങ് പവർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ആളുകൾ ഈ കാശ് കടമായിട്ട് മേടിച്ചിട്ട് ക്രെഡിറ്റിന്റെ ബേസിലാണ് എല്ലാ എക്കണോമി വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ കാശ് ഇവരിങ്ങനെ മേടിച്ചിട്ട് അവരെന്ത് ചെയ്യും? അവരുടെ ആക്ടിവിറ്റീസിന് വേണ്ടി, ട്രാൻസാക്ഷൻസിന് വേണ്ടി എല്ലാം ഉപയോഗിക്കും. അതുകൊണ്ട് ബാങ്ക്സ് സിമ്പിൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമല്ല, ഒരു മണി ക്രിയേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് പുതുതായിട്ടൊന്നും ഉണ്ടാക്കുന്നതിൽ കൂടി അവരുടെ കയ്യിൽ കിട്ടുന്ന ഡെപ്പോസിറ്റ്സിനെ അവർ കൂടുതൽ വെൽത്ത് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ബാങ്ക് എക്സ്പാൻഷൻ എക്കണോമിയിലെ മണി സപ്ലൈ എക്സ്പാൻഷനായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. ബാങ്ക്സ് ക്രെഡിറ്റ് ക്രിയേഷൻ പ്രോസസ് ഡെപ്പോസിറ്റ് മുഖേനയാണ് ആരംഭിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു. സപ്പോസ് ഒരാളൊരു 10,000 രൂപ ഉണ്ടെന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ബാങ്ക് മുഴുവൻ എമൗണ്ട് ലെൻഡ് ചെയ്യത്തില്ല, ഒരു ഭാഗം റിസർവ് ആയിട്ട് വെക്കും, ബാക്കി എമൗണ്ട് ലോണുകളായിട്ട് കൊടുക്കും. ലോൺ ലഭിക്കുന്ന വ്യക്തി വീണ്ടും ബാങ്കിൽ എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ അയാൾ ഒരു ജോലി ആവശ്യത്തിനായിരിക്കാം, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യത്തിനായിരിക്കാം. അയാൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ ഒരു ഭാഗം തിരിച്ചു കൊണ്ടുവന്ന് ബാങ്കിൽ തിരിച്ചു കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ആയിട്ട് വിടുന്നു. ഈ പ്രോസസ് റിപ്പീറ്റ്ലി നടക്കുന്നതിനകത്താണ് എക്കണോമിയിൽ മണി സപ്ലൈ 10 മടങ്ങ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് ഓരോ ലോണും പുതിയ ഡെപ്പോസിറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് പറയാം. കാരണം ഒരാൾ ഈ ഡെപ്പോസിറ്റ് എടുത്ത് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? അയാൾ ലോണുകൾ മേടിച്ച് അയാളുടെ ട്രാൻസാക്ഷൻസിന് വേണ്ടി അയാൾ ഉപയോഗിക്കുന്നു. അതിനുശേഷം അയാൾ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അയാൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഡെപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിന്ന് വീണ്ടും ബാങ്ക് എന്ത് ചെയ്യുന്നു? ലോണുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഫ്രാക്ഷണൽ റിസർവ് സിസ്റ്റം ബാങ്കിങ് സിസ്റ്റത്തിന്റെ ഒരു ഫൗണ്ടേഷൻ തന്നെയാണ്. ബാങ്ക് ഡെപ്പോസിറ്റിന്റെ ഒരു ഫ്രാക്ഷൻ മാത്രമായിട്ട് റിസർവ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ 10% റിസർവ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന മാറ്റി വെച്ചിട്ട്, അതായത് 1,000 രൂപ ഡെപ്പോസിറ്റ് റിസർവ് ആയിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി 9,000 രൂപ ലോണുകളായിട്ട് നൽകുന്നു. ഈ റിസർവ് ഡെപ്പോസിറ്റ്സിനെ വിഡ്രോവലിനെ, അത് എന്താ പറയാ, ഈ റിസർവ് മാറ്റി വെക്കുന്നത് പെട്ടെന്ന് ഒരാൾ വന്ന് ഈ കാശ് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഡെപ്പോസിറ്റ് എമൗണ്ട് തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പൊ വിഡ്രോവൽസിനെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ്? മീറ്റ് ചെയ്യാനാണ് റിസർവ്സ് വെക്കുന്നത്. ബാങ്ക് മുഴുവനായി ഡെപ്പോസിറ്റ് ലെൻഡിങ് ചെയ്യാൻ അത് മൊത്തം എടുത്തങ്ങ് ചെലവാക്കി കഴിഞ്ഞാല് ലിക്വിഡിറ്റി ക്രൈസിസ് ഉണ്ടാകും. അപ്പൊ നമ്മൾ ഈ ചില ഈ സ്ഥാപനങ്ങളൊക്കെ ഈ ചിട്ടി ഒക്കെ നടത്തിയിട്ട് അവരെന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഈ പൊട്ടിപ്പോന്ന് കേട്ടിട്ടില്ല ചില ചിറ്റ് ഫണ്ട്സ് ഒക്കെ. അതിങ്ങനെയാണ് സംഭവിക്കുന്നത്. അവര് വരുന്ന വരുമാനത്തെക്കാട്ടിയും കൂടുതൽ ആ വരുമാനം മൊത്തം എടുത്തിട്ട്, ഡെപ്പോസിറ്റ്സ് മൊത്തം എടുത്തിട്ട് അവര് ലോണോട് കൊടുക്കുക, ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ പെട്ടെന്ന് ഒരാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ കാശില്ലെങ്കിൽ അപ്പോൾ ബാങ്കിനെതിരെ അവർ വർക്ക് ചെയ്യാം. കൂടുതൽ ആളുകൾ ബാങ്കിനെതിരെ വന്ന് ലോണുകൾ, അത് ഭയങ്കര ചെറിയ ബാങ്കുകളിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് RBI എന്ത് ചെയ്യുന്നത്? കൃത്യമായിട്ട് റിസർവ്സ് കീപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്ക് മുഴുവനായിട്ട് ഡെപ്പോസിറ്റ്സ് ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി ക്രൈസിസ് ഉണ്ടാവും. അതുകൊണ്ട് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബാങ്കിന്റെ സ്റ്റെബിലിറ്റിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. ഈ ക്രെഡിറ്റ് ക്രിയേഷനിൽ RBIക്കും വലിയ റോളുണ്ട്. RBI എക്കണോമിയിലെ സിറ്റുവേഷൻ അനുസരിച്ച് എക്കണോമിക് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയും മണി സപ്ലൈ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയൊക്കെ ക്യാഷ് റിസർവ് റേഷ്യോ വെച്ചിട്ട് ഇവർ ചെയ്യാറുണ്ട്. ക്യാഷ് റിസർവ് റേഷ്യോ കുറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ ലെൻഡ് ചെയ്യാൻ പറ്റും. അതുവഴി മണി സപ്ലൈ കൂട്ടുവാനും പറ്റും. എന്നാൽ RBIക്ക് ലെൻഡിങ് കുറയ്ക്കണം എന്ന് വെച്ചോ, അപ്പൊ റിസർവ് റേഷ്യോ എന്ത് ചെയ്യും? കൂട്ടും. ഇപ്പൊ ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ആണെങ്കിൽ റിസർവ് റേഷ്യോ കൂട്ടിക്കൊണ്ട് മണി സപ്ലൈ RBIക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. എക്കണോമിയുടെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ലിക്വിഡിറ്റി, മാർക്കറ്റിൽ എത്രമാത്രം ലിക്വിഡിറ്റി, അതായത് മണി സപ്ലൈ എത്രമാത്രം ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് RBIക്ക് ക്യാഷ് റിസർവ് റേഷ്യോ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ഹൈ പവേർഡ് മണിയാണ് ഇനി അടുത്തായിട്ട് കാണാനുള്ളത്. മോണിറ്ററി എക്കണോമിയുടെ മോണിറ്ററി ബേസിനെയാണ് ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഫൗണ്ടേഷണൽ മണി സപ്ലൈ ആണ് ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്.
ആളുകളുടെ കയ്യിലുള്ള ക്യാഷ്, കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിലുള്ള റിസർവ്സ്, ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നു. അപ്പോ ഇതിനെ ബേസ് മണി എന്നും റിസർവ് മണി എന്നും M0 എന്നൊരു വാല്യൂ ആണ് ഇതിനകത്ത് വരുന്നത്. M0 ആണ് ഹൈ പവേർഡ് മണി. ഇതിനകത്ത് ഇതിന്റെ ഫോർമുല എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഹൈ പവർഡ് മണി ഈക്വൽ ടു C പ്ലസ് റിസർവ് റിക്വയർഡ് റിസർവ്സ് പ്ലസ് എക്സസ് റിസർവ്സ്. കയ്യിലുള്ള കാശ്, റിസർവ്സ്, പിന്നെ ബാങ്കുകൾ സൂക്ഷിക്കുന്ന എക്സസ് റിസർവ്സ്. ഇതാണ് ഹൈ പവർഡ് മണി എന്ന് പറയുന്നത്. മണി മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത അല്ലെങ്കിൽ മണി സപ്ലൈയിൽ കൊടുത്ത ആ മണി എക്കണോമിയിൽ എത്രമാത്രം എക്സ്പാൻഡ് ചെയ്തു എന്ന കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ മണി മൾട്ടിപ്ലയറിൽ കാണുന്നത്. റിസർവ് റേഷ്യോ ലോ ആണെങ്കിൽ ബാങ്കുകൾ കൂടുതൽ എന്ത് ചെയ്യും? ലെൻഡിങ് നടത്തും. അപ്പോൾ മൾട്ടിപ്ലയർ എഫക്റ്റ് കൂടുതലാണെന്ന് നമുക്ക് കാണാം. എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ റിസർവ് റേഷ്യോ 10% ആണെങ്കിൽ മണി മൾട്ടിപ്ലയറും 10% ആയിരിക്കും. അതായത് 1 രൂപ എന്ന് പറയുന്നത് ബേസ് എക്കണോമിയിൽ 10 രൂപയുടെ വരെ, അതായത് 10 മടങ്ങ് അത് മണി സപ്ലൈ ട്രാൻസാക്ഷൻസ് ആയിട്ട് മാറാം. അപ്പോൾ 1 രൂപ എക്കണോമിയിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് 10 മടങ്ങായിട്ട് എക്കണോമിയിൽ പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. ഇതുവഴി ക്രെഡിറ്റ് എക്സ്പാൻഷനും എക്കണോമിയുടെ എക്സ്പാൻഷനും എല്ലാം സഹായിക്കുന്നുണ്ട്. മണി മൾട്ടിപ്ലയർ എങ്ങനെ വർക്ക് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് ലെൻഡിങ് ഡെപ്പോസിറ്റിംഗ് വഴിയാണ് ചെയ്യുന്നത്. ഒരു ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുന്നു, അതിൻ്റെ അകത്തൊരു ഭാഗം വെച്ചിട്ട് റിസർവ് വെക്കുന്നു, ബാക്കി എമൗണ്ട് ലെൻഡ് ചെയ്യുന്നു. ഈ ലോൺ എമൗണ്ട് തന്നെ അയാൾ ട്രാൻസാക്ഷൻ നടത്തി വീണ്ടും ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ പല മടങ്ങായിട്ട് മണി സപ്ലൈ എക്കണോമിയിൽ മൾട്ടിപ്ലയർ എഫക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനാണ് മണി മൾട്ടിപ്ലയർ എന്ന് വിളിക്കുന്നത്. മണി മൾട്ടിപ്ലയർ ഡിറ്റർമൈൻ ചെയ്യുന്ന മേജർ ഫാക്ടേഴ്സ് റിസർവ് റേഷ്യോ, ക്യാഷ് ഡെപ്പോസിറ്റ് റേഷ്യോ, എക്സസ് റിസർവ്സ്, ഈ 3 ഫാക്ടേഴ്സ് ആണ്. റിസർവ് റേഷ്യോ ഹൈ ആണെങ്കിൽ ലെൻഡിങ് കപ്പാസിറ്റി കുറയും, മൾട്ടിപ്ലയറും കുറയും. റിസർവ് റേഷ്യോ ഹൈ ആണെങ്കിൽ മൾട്ടിപ്ലയർ കുറയും. കാരണം ആളുകളുടെ കയ്യിൽ കൂടുതൽ കാശ് ഹോൾഡ് ചെയ്യാനും പറ്റില്ല, കൂടുതൽ കാശായിട്ട് അവർ ഹോൾഡ് ചെയ്യും. കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്താലും മണി മൾട്ടിപ്ലയർ റേഷ്യോ എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അപ്പൊ റേഷ്യോസ് കുറവാണെങ്കിൽ മൾട്ടിപ്ലയർ ഹൈ ആയിരിക്കും, റേഷ്യോസ് കൂടുതലാണെങ്കിൽ മൾട്ടിപ്ലയർ കുറവായിരിക്കും. ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ബാങ്കുകൾ എക്സസ് ആയിട്ട് റിസർവ്സ് മെയിൻറ്റെയിൻ ചെയ്താലും എന്ത് ചെയ്യും? ലെൻഡിങ് കുറയും. അതിനനുസരിച്ച് ലെൻഡിങ് കുറയുന്നതിനനുസരിച്ച് മൾട്ടിപ്ലയർ എഫക്റ്റും കുറയും എന്നാണ് നമുക്ക് കാണാനുള്ളത്. എന്താണ് ക്രെഡിറ്റ് ക്രിയേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കണോമിയുടെ വളർച്ചയ്ക്ക്, മണി സപ്ലൈയുടെ ഇൻക്രീസിന്, അതായത് മണി എക്കണോമിയിൽ മണി പമ്പിങ് ചെയ്യുന്നതിന്, റീഇൻവെസ്റ്റ്മെന്റ്സിന്, ഇൻവെസ്റ്റ്മെന്റ്സിന്, കച്ചവടവും ബിസിനസ്സും എക്കണോമിയുടെ ഓവറോൾ വളർച്ചയ്ക്ക് വരെ ഈ ക്രെഡിറ്റ് ക്രിയേഷൻ അത്യാവശ്യമാണ്. കാരണം മണി സപ്ലൈ ചെയ്ത് അത് പമ്പിങ് ചെയ്ത് വെൽത്ത് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് മാറണം. കച്ചവടം നടത്താനും എല്ലാത്തിനും ആവശ്യമാണ് ക്രെഡിറ്റ് ക്രിയേഷൻ. എന്നാൽ എക്സസീവ് ആയിട്ട് എക്കണോമിയിലോട്ട് മണി പമ്പിങ് ചെയ്ത് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി അവൈലബിൾ ഓഫ് ക്രെഡിറ്റ് ആണെങ്കിൽ അത് ഇൻഫ്ലേഷണറി സിറ്റുവേഷന് കാരണമാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി കൃത്യമായിട്ട് സ്റ്റേബിൾ ആയിട്ട് എക്കണോമിയിൽ മണി മെയിൻറ്റെയിൻ ചെയ്തേ മതിയാവും. ഇതാണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ കാണുവാനുള്ളത്. ഹോപ്പ് യു ഗൈസ് ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ഐ ഹാവ് സെഡ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പോർഷൻസ് നോക്കിയതിന് ശേഷം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഡൗട്ടുകൾ ചോദിച്ചാൽ മതിയാവും. ഓക്കെ, താങ്ക് യു.